നമസ്കാരം, എല്ലാവരും ഉഷാറല്ലേ? നമ്മുടെ ബോംബെയിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അന്ന്. ഇന്നത്തെ മെയിൻ അജണ്ട എന്ന് വെച്ചാൽ അല്ലറ ചില്ലറ കറക്കങ്ങളാണ്. അതിലെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം, നമ്മള് മസ്കറ്റിൽ നിന്ന് വരുമ്പോഴേ തീരുമാനിച്ചു വന്ന കാര്യമായിരുന്നു ഷാറൂഖ് ഖാന്റെ വീടൊന്ന് കാണണമെന്ന്. മന്നത്ത് ഷാറൂഖ് ഖാനെ പറ്റിയാണെങ്കിൽ കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഷാറൂഖ് ഖാനും കുടുംബവും വീടിന്റെ മെയിൻ്റനൻസ് ഒക്കെ ആയിട്ട് അവിടെ നിന്ന് മാറി താമസിക്കുകയാണ് ഇപ്പോ. അപ്പോൾ എന്തായാലും നമുക്ക് ഷാറൂഖ് ഖാൻ താമസിച്ച വീട് ആദ്യം പോയി ഒന്ന് കാണാം, പിന്നെ അവിടെ നിന്ന് ഇന്നത്തെ പരിപാടികൾ നോക്കി തുടങ്ങാം. ഇറങ്ങല്ലെന്നാ. എനിക്ക് തോന്നുന്നു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഷാറൂഖ് ഖാൻ തിരിച്ച് മന്നത്തിലേക്ക് വരുള്ളൂ. മന്നത്തിന്റെ ഈ ബോർഡ് മാത്രം കണ്ടാ പോരെ? ഞാൻ വേണമെങ്കിൽ എഴുതിയൊരു ബോർഡ് ഇങ്ങനെ പിടിക്കാം. എന്തായാലും മന്നത്തിലേക്ക് പോവാം. നമ്മള് ഊബർ വിളിച്ചിട്ടുണ്ട്, ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ട്രെയിനിൽ പോകാന്നൊക്കെ വിചാരിച്ചു. ട്രെയിനിൽ പിള്ളേരെ വെച്ച് പോണ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അത് കാരണം നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബറിൽ പോകാം. ഊബർ ഇപ്പോൾ വരുന്നതായിരിക്കും. हाँ बनाओ यार। आप भी नहीं देखे शाहरुख खान का घर? नहीं, मैं भी नहीं देखा हूँ। फर्स्ट टाइम जा रहा हूँ अभी। क्या बात है यार। तो आप मुंबई का नहीं है? नहीं, मैं मुंबई का नहीं। किधर का हो? मैं बनारस का रहने वाला हूँ। अच्छा अच्छा अच्छा। तो इधर आके बहुत टाइम भी नहीं हुआ? नहीं, अभी 2 महीने हो रहा है। अच्छा अच्छा, चलो हमारे साथ आज शाहरुख खान का घर देखो। ट्रैफिक बहुत है आज? नहीं, ज्यादा नहीं है। ईद की आज छुट्टी है ना, ईद का? ईद की वजह से ट्रैफिक कम है। सही बात है. അങ്ങനെ നമ്മുടെ ഹോട്ടലിന്റെ അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് യാത്ര ചെയ്തതാ ബാന്ദ്രയില് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഷാറൂഖ് ഖാന്റെ വീട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചലോ ഫിർ മിൽത്താം. ഈ വീടിന്റെ മുമ്പില് തിരക്ക് കണ്ടോ? ഇന്ന് ഈദാന്നുള്ള കാര്യം നമ്മൾ വിട്ടു. ഈദിന്റെ സമയത്ത് ഷാറൂഖ് ഖാൻ നോർമലി എല്ലാവരും കാണാൻ വേണ്ടി പുറത്തു വരാറുണ്ട്. ഇതാ ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് അങ്ങോരെല്ലാവരെയും കാണാറ്. അത് വിചാരിച്ചിട്ടാണ് എല്ലാവരും വന്നിരിക്കണെന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ അയാൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇനിയിപ്പോ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഇന്ന് വരുമോ എന്നുള്ള കാര്യവും അറിയില്ല നമുക്ക്. അപ്പം ദാ ഈ കാണുന്നതാണ് ബോംബെയിലെ ഐക്കോണിക് സ്പോട്ടായ ഷാറൂഖ് ഖാന്റെ വീട് മന്നത്ത്. ഗേറ്റിന്റെ ഒരു സൈഡില് മന്നത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, മറ്റേ സൈഡില് ലാൻസ് എന്നും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഈ പ്രത്യേക ദിവസങ്ങളിൽ ഷാറൂഖ് ഖാന്റെ ബർത്ത്ഡേയുടെ ഒന്നും ഈ പെരുന്നാള് അങ്ങനെ വിശേഷ ദിവസങ്ങളിൽ ഷാറൂഖ് ഖാൻ വന്ന് എല്ലാവരും കാണുന്ന ആ ഗ്രില്ലും കാണാം. ഇതാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാനുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തായാലും ഷാറൂഖ് ഖാൻ ഇവിടെ അല്ല, നമുക്ക് വിട്ടാലോ? അയാൾ ഇവിടെ അല്ലല്ലോ താമസം. എന്തായാലും വരാനൊന്നും ചാൻസ് ഇല്ല. അച്ഛൻ ഷാറൂഖ് ഖാനെ കാണണോ? ഉറക്കത്തില്ലാന്ന് തോന്നണ. നോക്കി ഷാറൂഖ് ഖാനാണോ? രസിക്കാണോ? രസിക്കും കാണണട്ടാ. എന്താണെങ്കിലും നമ്മളിവിടുന്ന് പോവാണ്. പോലീസ് എല്ലാവരും അടിച്ചോടിച്ചോണ്ടിരിക്കുകയാണ്. കണ്ടോ ഇവിടെയൊക്കെ കാലിയായി എന്നുള്ളതാണ്. കണ്ടോ ഇവിടെ നിക്കണ്ടായിരുന്നവരൊക്കെ അടിച്ചവര് ഇപ്പുറത്തേക്ക് ഓടിച്ചുട്ടാ. ഇത് കണ്ടില്ലേ, എല്ലാവരും എന്താ ഈ ഭാഗത്ത് എത്തി. അടിച്ചോടിക്കായിരുന്നു പോലീസ്. ലാത്തി ചാർജ് എന്ന് പറഞ്ഞാ അതിൽ ലാത്തി ചാർജായിരുന്നു. നമ്മുടെ ഷാറൂഖ് ഖാന്റെ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോ എവിടേക്കാണ് വന്നിരിക്കണേ? എന്താണ് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം? സ്ട്രീറ്റ് ഷോപ്പിംഗ്. സ്ട്രീറ്റ് ഷോപ്പിംഗ്. സ്ട്രീറ്റില് കടകളൊന്നും ഇല്ലല്ലോ. നമ്മള് ഇവിടെ ലിങ്ക് റോഡിലേക്ക് വന്നിരിക്കട്ടോ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന്. പക്ഷെ സ്ട്രീറ്റിലൊന്നും കാണാനില്ല. ബാക്കി കടകളൊക്കെ ഈ പെരുന്നാളായ കാരണം കൊറേയൊക്കെ ക്ലോസ് ആണ്. നടന്നു നോക്കാം. നമ്മള് ബോംബെയിൽ വന്നിട്ട് ഓട്ടോയിലും കൂടി കേറിയിരിക്കട്ടോ. എന്താ അച്ചു അവിടെ പുറത്തേക്ക് പോവരുതേ. എവിടേക്ക്? അവിടെ മുമൂസോ ഇല്ലാണ്ടാവും ബോംബെയിൽ വന്നിട്ട് മുമൂസോയില് പോണ അല്ലേ? നമ്മള് ഓട്ടോ യാത്ര അങ്ങോട്ട് ആസ്വദിച്ചോണ്ടിരിക്കട്ടാ. പൊടി വലിയ കാര്യമായിട്ടില്ല, പക്ഷെ സൗണ്ടും കാറ്റും. അച്ഛേ നോക്കണ സംഭവം രസാട്ടാ. ചെറിയ ദൂരത്തിലൊക്കെ ഇരുന്ന് പോവാനാണെങ്കിൽ. ഇവിടെ മീറ്ററും സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് കാരണം കുഴപ്പമൊന്നുമില്ല.
ഇവിടെ നമ്മള് കയറുന്ന എല്ലാ റെസ്റ്റോറന്റിലും ലൈവ് മ്യൂസിക്കും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടാ. നമ്മളിതാ ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കുകയാണ്. എന്തിന്റെ പേര്? ടനാട്ടൺ. നല്ല അടിപൊളി വൈബ് റെസ്റ്റോറന്റ് ആട്ടാ. അങ്ങനെ നമ്മള് ഒന്ന് കറങ്ങി ലിങ്ക് റോഡില് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. എല്ലാരും ഗ്ലാസ് വാങ്ങിയില്ലേ? നമ്മള് ഗ്ലാസ് എല്ലാവർക്കും സൺഗ്ലാസ് വാങ്ങി സെലക്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ നാളെയാണ് കിട്ടുള്ളൂ. അപ്പൊ അത് വാങ്ങാൻ നാളെ പോണ്ടി വരും. ബുധനാഴ്ച. ഒരു കണക്കിന് നോക്കി ബാക്കിൽ നിന്നുള്ള പാട്ട് ഒരു ശല്യം കൂടിയല്ലേ. നമുക്ക് ചിലർക്ക് ആസ്വദിച്ചിരുന്ന് കഴിച്ച നമുക്ക് പിള്ളേരുടെ ബഹളം ഇതിനകത്ത് നമുക്ക് അതൊരു പക്ഷെ ഭയങ്കര സൗണ്ടാണ് അല്ലേ. കുറവാണ് ഇവിടെ. നമ്മുടെ ഫുഡൊക്കെ ഓരോന്നായി വരാൻ തുടങ്ങിട്ടോ. ഇത് ബഞ്ചാര ചിക്കൻ ടിക്കയാണ്. പിന്നെ നമ്മളിവിടെ ചിക്കന്റെ എന്തോ ഒരു കറിയും വാങ്ങിയിട്ട് കേട്ടോ. സംഭവം അടിപൊളിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ കുറച്ച് തന്തൂർ റൊട്ടിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ലഞ്ച്. നമ്മുടെ ഈ ചിക്കൻ അടിപൊളിയാട്ടാ. ഈ തന്തൂരി കൊണ്ടുവന്ന് വെച്ചാണ്ടല്ലോ സംഭവം തീർന്നു. നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ബില്ല് കൊണ്ടുവന്ന് ഇങ്ങനെയാട്ടാ. എടുത്ത ബില്ലെടുക്ക. വെറൈറ്റി ബില്ല് കൊണ്ടുവരല്ലായിരുന്നു. നമ്മൾ കഴിച്ചു കഴിഞ്ഞ് പോകുമ്പോ ഇവരൊരു മൗത്ത് ഫ്രഷ്നർ തരും കേട്ടാ. ഇതൊരു ഷോട്ടാണ്, പാൻ ഷോട്ടാണ്. ഒന്ന് കുടിച്ചു നോക്കെ എങ്ങനെയുണ്ട്. അത് രുചിയുണ്ട് കേട്ടാ. പാനിന്റെ രുചി, മീഠാ പാന്റെ രുചി അടിപൊളി. ഒരെണ്ണം ഓടി അടിക്കട്ടെ. തനിക്കണ്ട അടിച്ചോ. എന്നാ അച്ചുവണ്ടി കൂടെ ഞാൻ അടിക്കട്ടെ. നമ്മളൊരു ട്രെയിൻ യാത്രയ്ക്കായിട്ട് നമ്മുടെ ദാദർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കട്ടാ. നമ്മളിന്നിപ്പം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, താജൊക്കെ കാണാൻ വേണ്ടിട്ട് പോവാണ്. ഇപ്പൊ നമ്മുടെ ട്രെയിൻ വന്നോട്ടാ. ഇന്ന് കാര്യമായിട്ട് ട്രെയിനിലെ ആൾക്കാരൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈദൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾക്ക് ഐശ്വര്യ ഉള്ളിൽ കയറാട്ടാ. ഓഹോ, ട്രെയിൻ എം ടി ആണല്ലേ. അച്ചു ഇവിടേക്ക് വാ. ഇവിടെ ഇരിക്ക. ട്രെയിൻ കാലിയാട്ടാ. ഐശ്വര്യമായി നമുക്ക് ഇവിടെ ഇരിക്കാം. വീണ്ടും താങ്കൾക്ക് സ്വാഗതം. ഷാരൂഖ് ഖാന്റെ വീട് എന്ന് കണ്ടോ? അത് വീട് കണ്ടോ? ഗേറ്റിലെ കണ്ടോ? വീട് കാണാലോ. വീട് അതാണ് ഷാരൂഖ് ഖാൻ. ആകെ ഇന്ന് അതാ കണ്ടല്ലേ. ഷാറൂഖ് ഖാൻ ഈദ് ആഘോഷിക്കാൻ വിളിച്ചതാണ്, വേണ്ടാന്ന് വെച്ചു. അവിടെ പോലീസുകാർ അടിച്ചോടിക്കാണ് ആൾക്കാരെ. വെറുതെ ആൾക്കാർ എങ്ങാനും കിട്ടിയാലോന്ന് വിചാരിച്ചിട്ടോ. ഓഹോ, ട്രെയിനും കൂടി റേസ്. വെട്ടിച്ചില്ലല്ലോ ഞോഞ്ഞിയെ, ഓവർടേക്ക് ചെയ്തില്ലല്ലോ. അത് വേറെ ട്രാക്കിൽ കൂടെ പോയി. എന്താ പറഞ്ഞേ? ആ, ടെററിസ്റ്റ്. ഇതിലെ ഓടി വന്നത് ആ 18-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ അകത്തോടെ കയറി ഇതിലെ വന്ന് ഇങ്ങനെ കണ്ടവരെല്ലാം വഴി വെച്ച് ഇറങ്ങി ഓടിയത്. എന്നിട്ട് താജിലേക്ക് പോയത്. അല്ലല്ല, താജ് വേറെ ആൾക്കാരാണ്. അന്ന് അതിന്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ. തിരക്ക് എന്ന് പറഞ്ഞാണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത തിരക്കാട്ടാ. ജനസാഗരാണ്. നമ്മള് വന്ന ദിവസം ശരിയല്ല. ഇന്ന് ഈ പെരുന്നാളായോണ്ട് തന്നെ എല്ലായിടത്തും തിരക്കാണ്. എല്ലാവർക്കും ലീവല്ലേ? എന്താ പറഞ്ഞേ? എല്ലാ ദിവസവും ഇങ്ങനെ അവസ്ഥ. നമ്മള് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുമ്പിലെത്തി. പക്ഷെ ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ക്ലോസ് ആണ്. അതാ ഈ സംഭവം കാണാനാണ് നമ്മൾ വന്നത്. പക്ഷെ ഇത് കണ്ടില്ലേ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടാ. അമ്മാതിരി തിരക്കാണ്. ഫുള്ള് ആൾക്കാരാണ്. നമുക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമല്ല. ഇതാണ് നമ്മുടെ താജ്മഹൽ ഹോട്ടല്, താജ് പാലസ്. ഇത് ഒരു വൈഡ് ആംഗിൾ വീഡിയോ എടുക്കാനുള്ള പോലും ഓപ്ഷൻ അല്ല നമ്മുടെ അടുത്ത്. കാരണം ആൾക്കാരെ കൊണ്ട് തിക്കി തിരക്കി നിൽക്കുകയാണ് ഈ സ്ഥലം. എന്താണെങ്കിലും ഇത് കണ്ടിട്ട് ഇങ്ങനെ പോവല്ലാതെ ഒരു നിവർത്തിയില്ല.
നമ്മളെവിടെ പോയാലും പട്ടി ചന്തയ്ക്ക് പോകുന്ന ഇന്നിപ്പോ ഇവിടെ ഇങ്ങനെയാണ്. ഇതൊരു കോണത്തിലിടപെടായിട്ടാ, ഒരു കോണത്തിലിടപെടായിന്ന്. നമുക്ക് പറയാൻ ഇത് എമ്മാതിരി തിരക്കാന്ന് ഇത് പറയാ. പിള്ളേരെ കൊണ്ട് പിള്ളേരൊക്കെ ഒന്ന് കൈവിട്ടാ വഴിക്കാ പോയിക്കോളും. ഇത് കണ്ടില്ല തിരക്ക്. എന്തായാലും നമ്മൾ ഇതുവരെ വന്നല്ലേ, നമ്മൾ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് താജ് കയറിയിട്ട് ഒരു ചായെങ്കിലും കുടിക്കാന്ന്. പുള്ളി കയറാട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ താജ്മഹൽ പാലസിന്റെ റിസപ്ഷൻ ഏരിയ. കണ്ടില്ലേ, ഹൈ-ഫൈവ് ഏരിയ ആണ്. ഇതിന്റെ ഉള്ളിൽ കയറി വഴിക്കാൻ ഒരു സുഗന്ധാണ്. ഇതൊക്കെ ഒറിജിനൽ ഫ്ലവേഴ്സ് ആട്ടോ, അടിപൊളി സെറ്റപ്പാണ്. അടിപൊളി റിസപ്ഷൻ, നല്ല വിശാലമായ നീണ്ടു നിവർന്ന് കിടക്കണ റിസപ്ഷൻ. ഇവിടെ റിസപ്ഷന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. അവിടെ സെലിബ്രേറ്റിംഗ് 120 years ഓഫ് ലെജൻഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 120+ years, 120 വർഷമൊക്കെ ആയിട്ട് അത് ഇവിടെ തുടങ്ങിയിട്ട് ഉണ്ടാവില്ലേ, ആർക്കറിയാം. നമ്മൾ എത്ര നേരം ഇവിടെ ഇരിക്കണായിട്ട് കഷ്ടി അരമണിക്കൂർ ബോഡിയൊക്കെ തണുത്തു. നമുക്ക് പോകാം. നല്ല പൂവിന്റെ മണമൊക്കെ അടിച്ച് നല്ല നല്ലതായിട്ട് ഒരു ചായ കുടിക്കാൻ കയറിയതാണ്. 45 മിനിറ്റായി ഇവിടെ റിസപ്ഷനിൽ ഇരിക്കുന്നു കേട്ടോ. കാരണം റെസ്റ്റോറന്റ് ഫുള്ളാതാണ് അവര് പറയണ. നമ്മളെ വെയിറ്റിംഗിലാണ്. പക്ഷെ എന്താ വേണ്ട പോണാ? നമുക്ക് പരിപാടി നടക്കണ്ട. നമ്മൾ ഇതൊന്നും കണ്ടു ചായ കുടിക്കാൻ പറ്റിയില്ല. എന്താ പറയാ, താജിന് യോഗല്ലാന്ന് വിചാരിക്കാ. അപ്പം താജിനോട് ഇവിടെ ചൊല്ലി നമ്മൾ ഇറങ്ങാണ് അല്ലേ. അടുത്ത പ്രാവശ്യം വന്നിട്ട് ചായ കുടിക്കാ. കൊളാബുണ്ടല്ലോ, കൊളാബയിലെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉണ്ട്. മാല, വള, കമ്മല്, ഈ കുട്ടികൾക്കും വലിയവർക്കുള്ള ഈ മാല, വള, കമ്മല് എല്ലാ സാധനങ്ങളും അതിന് ഫേമസ് ആട്ടോ. ഈ ഒരു സ്ട്രീറ്റ് കംപ്ലീറ്റ് അതാണ്. എല്ലാവരും വന്ന് ഓരോ സംഭവങ്ങൾ നോക്കണ്ട്. ഞോഞ്ഞി എസിയൊക്കെ അതിന്റെ മുകളിൽ മറഞ്ഞു വീണിരിക്കുക. ഏതാ എടുക്കണ്ടെന്നുള്ള കൺഫ്യൂഷനാണല്ലോ. ഞോഞ്ഞൊക്കെ കടയുടെ ഉള്ളിൽ കയറി ഷോപ്പിംഗ് നടത്തി തുടങ്ങിയ. നമുക്കിവിടെ കിട്ടിയത് ഒരു മലയാളി കടയാണ്. കാസർഗോഡുകാരനായ എന്താ ചേട്ടന്റെ പേര്? കാസർഗോഡുകാരനായ സലീം. തിരക്കൊരു രക്ഷയിലാട്ടോ അവിടുത്തെ കൊളാബ സ്ട്രീറ്റില്. ഈ ബിൽഡിങ്ങിന്റെ സൈഡിലൊക്കെ തന്നെ ഈ വഴിയോര കച്ചവടാണ്. കംപ്ലീറ്റ് സാധനങ്ങളുണ്ട് ഇവിടെ. തുണി, എന്താ പറയാ, ഗ്ലാസ്, കമ്മല്, വള, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നല്ല തിരക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയം. നമ്മൾ അവസാനം മെറൈൻ ഡ്രൈവിൽ വന്ന് തിരിക്കുകയാണ് കേട്ടോ. ഇന്ന് മെറൈൻ ഡ്രൈവും കൂടി ഒന്ന് കണ്ട് വീട്ടിൽ പോവാന്ന് വിചാരിച്ചു. മെറൈൻ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ മത്ര കോർണിഷ് പോലെ തന്നെ ഉണ്ട്, അതേ ഒരു സെറ്റപ്പ്. പക്ഷെ ഇവിടെ കുറച്ചും കൂടി വലിയ ബിൽഡിങ്ങുകൾ കാണാന്ന് മാത്രം. പിള്ളേർക്കൊക്കെ കുറെ ബുക്കുകൾ കിട്ടിയിട്ടാ. ഏതായിരുന്നു ഈ ബുക്ക്? വിംബി കിട്ടോ? വിംബി കിട്ടിന്റെ കുറെ ബുക്കുകൾ കിട്ടി. അതൊക്കെ മെറൈൻ ഡ്രൈവിൽ ഇരുന്ന് വായിക്കണം. വായിച്ചപ്പോ തന്നെ തീർക്കുവോ? നാളെ വേറെ മേടിക്കാൻ. തൊട്ടുമുമ്പിൽ തന്നെ നമുക്കിവിടെ ട്രൈഡന്റ് ഹോട്ടൽ കാണാട്ടോ. ട്രൈഡന്റ് ഹോട്ടൽ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ ഉണ്ടായത്. ചുരുക്കി പറഞ്ഞ ഇവിടെയും ഈ പറഞ്ഞ പോലെ നല്ല തിരക്ക് തന്നെ കേട്ടോ. ഈദായ കാരണം എല്ലാവരും ഫുൾ ഫാമിലി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എവിടെയും കാലിയൊരു സ്ഥലമല്ല. എന്താണെങ്കിലും അപ്പൊ ഇതൊക്കെയാണ് മെറൈൻ ഡ്രൈവ് എന്നുള്ള വിശേഷങ്ങള്. അപ്പോൾ ഇന്നത്തെയും കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി. വരുന്ന വഴിക്ക് നമ്മൾ ഭക്ഷണം കൂടി കഴിച്ചിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് റൂമിൽ വന്ന് കയറി ചെറുതായി ഒന്ന് കുളിച്ചു. ഇതാ ഇപ്പൊ ഉറങ്ങാൻ പോവാണ്. സമയം എത്രയായി? 12. സമയം 12:30 അപ്പോൾ ഇനി കൂടുതലൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. Bye. Eat.